ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദി STS സ്പ്ലെൻഡിഡ് ജോൺ ടുവേർഡ്സ് സിംഫണി. ഞാൻ ശോഭ. ഞാൻ ജിൻസി. ഞാൻ സ്മിത. ഇന്ന് നമ്മൾ വിമൻസ് ഡേ ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. അപ്പം നമ്മൾ കാലാകാലങ്ങളായിട്ട് വിമൻസ് ഡേ ആഘോഷിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അത് ഒത്തിരി മുന്നോട്ട് പോകും. അപ്പം ഫെമിനിസം എന്ന് പറഞ്ഞ മൂവ്മെൻ്റ് ആണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമ്മൾ തുടങ്ങുമ്പം ഇപ്പം ഫെമിനിസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന പോലെയല്ല, വളരെ വ്യക്തമായ ലക്ഷ്യത്തോടു കൂടിയ ഒരു മൂവ്മെൻ്റ് ആണ്. കാരണം സ്ത്രീകൾക്ക് യാതൊരു സ്വാതന്ത്ര്യവും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ അവരുടെ വോട്ടവകാശത്തിനും അവർക്ക് തുല്യ വേതനത്തിനും മെച്ചപ്പെട്ട ജീവിത സൗകര്യത്തിനും വേണ്ടി തൊഴിലാളികളായ സ്ത്രീകൾ തുടങ്ങി വെച്ച ഒരു മൂവ്മെന്റ് ആണ്. അത് അവരുടെ അതുപോലത്തെ ഒരു ദുരവസ്ഥയിൽ നിന്ന് മുന്നോട്ട് വരാനായിട്ട് അവർ തുടങ്ങിയ ഒരു മൂവ്മെന്റിനെയാണ് നമ്മളിപ്പോൾ കളിയാക്കി പലതും പറയുന്നത്. പക്ഷേ ഫെമിനിസം എന്ന വാക്ക് അതിന്റെ അർത്ഥത്തിൽ നമ്മൾ എടുത്തുകൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് വീണ്ടും ഫെമിനിസം നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് കഴിഞ്ഞ് ആ മൂവ്മെന്റിന് ശേഷം വിമൺ എംപവർമെന്റ് എന്ന് പറഞ്ഞ് വീണ്ടും ഒരു മൂവ്മെന്റ് വന്നു, സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഈ വോട്ടവകാശത്തിലേക്ക് എത്തി, അല്ലെങ്കിൽ വേതനം നമുക്ക് കിട്ടിത്തുടങ്ങി. അപ്പോഴും പിന്നീടും നമ്മൾ സ്ത്രീകളെ ശാക്തീകരിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചാണ് സംസാരിച്ചിരുന്നത്. അതായത് അവർക്ക് സാമ്പത്തികമായിട്ട് എങ്ങനെ അവർ സ്വയം പര്യാപ്തരാവാം, അവരിലൂടെ എങ്ങനെ എക്കണോമിക്കലി ഇൻഡിപെൻഡന്റ് ആവാം. ഇതെല്ലാം വീണ്ടും നമ്മൾ സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞ് സംസാരിച്ചു. ഇതെല്ലാം പറഞ്ഞ് സംസാരിച്ച് കാലങ്ങൾ കഴിയുമ്പോഴും ഇപ്പോൾ നമ്മൾ സംവരണത്തെക്കുറിച്ചും ഒരു 50% സംവരണം വേണോ വേണ്ടയോ, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണന വേണോ വേണ്ടയോ, അങ്ങനത്തെ വിഷയങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പം നമ്മൾ ഈ സംവരണത്തെക്കുറിച്ച്, അല്ലെങ്കിൽ നിലനിൽക്കുന്ന ഒരു 50% സംവരണം ഇപ്പോൾ സ്ത്രീകൾക്കായിട്ട് നമ്മൾ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പഞ്ചായത്ത് രാജിൽ മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് ഈ സംവരണം കൊണ്ടുണ്ടായ ഒരു പ്രയോജനങ്ങളും ഒരു മാറ്റങ്ങളെ കുറിച്ചും ഇന്ന് ചർച്ച ചെയ്താലോ എന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. അപ്പൊ ഇപ്പം നമ്മുടെ രാജ്യ സംവിധാനത്തെ, പൊതുഭരണ സംവിധാനത്തിൽ നിലനിൽക്കുന്ന സംവരണത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഈ സംവരണത്തെ കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ആൾക്കാർ പറയും, എന്തിനാ നമുക്ക് സംവരണം, നമുക്ക് കഴിവുകളില്ലേ, നമുക്ക് ഒറ്റയ്ക്ക് നേടിയെടുക്കാൻ മേലെ എന്നൊക്കെ. പക്ഷെ എത്ര നമ്മൾ ആണുങ്ങൾക്ക് ഒപ്പമാണെന്ന് പറയുമ്പോഴും നമുക്ക് ഫിസിക്കലിയും ബയോളജിക്കലും നമുക്ക് ഒത്തിരി കുറവുകളല്ല, പ്രത്യേകതകൾ നമുക്കുണ്ട്. ആ പ്രത്യേകതകൾ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കില്ല. അങ്ങനെയുള്ള പ്രത്യേകതകൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു പരിഗണന അല്ലെങ്കിൽ പ്രത്യേക ഒരു അവസരം കിട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് അവരുടെ ഒപ്പം നമുക്ക് എത്താൻ സാധിക്കൂ. ഇതൊരിക്കലും ഒരു മത്സരമല്ല. നമ്മുടെ ലോകത്തുണ്ടായിരുന്ന കുറെ സാഹചര്യങ്ങൾ കാരണം എങ്ങനെയൊക്കെയോ സ്ത്രീകള് പുറകോട്ടായി പോയി. അപ്പൊ അതിൽ നിന്ന് അവരെ തിരിച്ച് ഒന്ന് കൊണ്ടുവരാനായൊരു സംവരണം ഉള്ളത് എപ്പോഴും നല്ലതായിരിക്കാം. അതിന്റെ ഒപ്പം തന്നെ സംവരണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സ്ത്രീകളും കൂടി അവരുടെ ഉള്ളിൽ നിന്ന് വളർന്ന് അവർക്കൊരു എംപവർമെന്റ് അവർക്കുള്ളിൽ തന്നെ ഫീൽ ചെയ്തെങ്കിൽ മാത്രമേ എത്ര സംവരണം ഉണ്ടായാലും അത് അവർക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ സാധിക്കൂ. തീർച്ചയായിട്ടും സംവരണം ഉള്ളത് നല്ലത് തന്നെയാണെന്നാണ് എൻ്റെയും ഒരു വിശ്വാസം. കാരണം നമുക്കറിയാം, ഇന്നിപ്പോൾ ഈ 50% സംവരണം പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ബ്ലോക്കിലും ജില്ലാ പഞ്ചായത്തിലും ഒക്കെ നിലനിൽക്കുമ്പോഴും ഇലക്ഷനിൽ നിൽക്കുവാൻ മുമ്പോട്ട് വരുന്ന സ്ത്രീകൾ വളരെ കുറവാണ്. 50% സംവരണം ഉള്ളതുകൊണ്ട് അവരെ നിർത്തേണ്ടത് അത്യാവശ്യം, വേറൊരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് അതിനെപ്പറ്റി കൂടുതൽ സ്ത്രീകളെ കണ്ടെത്തുവാൻ ശ്രമിക്കുന്നതും അവർ മുൻനിരയിലേക്ക് വരുന്നത്. പക്ഷേ മുൻനിരയിലേക്ക് വരുന്നവരതെല്ലാം അവർ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കുന്നുണ്ട്. പക്ഷെ വരാനുള്ള ഒരു എൻട്രിക്ക് ഒരു തുടക്കത്തിനൊരു എന്തോ ഒരു ബുദ്ധിമുട്ട്, എന്താന്ന് പറയാനറിയില്ല, എന്തോ ഒരു ബുദ്ധിമുട്ട് എപ്പോഴും നമുക്കവിടെ കാണാൻ സാധിക്കും. ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ ആണെങ്കിലും എനിക്ക് തോന്നുന്നു നമ്മുടെ വാർഡുകളിലൊക്കെ തന്നെ സ്ത്രീകളെ കണ്ടെത്താൻ വളരെയധികം അന്വേഷിച്ച ശേഷമാണ് സ്ത്രീകളെ കണ്ടെത്താൻ പറ്റുന്നത്. പക്ഷേ ആണുങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അവരുടെ കാര്യത്തിൽ ഏതാണ്ട് ഒരു തീരുമാനമാകുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം കിട്ടിയ ഒരു സംവരണം ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതെ, നമ്മള് സംവരണം ശരിയാണ്. 50% സംവരണം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ നമ്മൾ ഇത്രയും പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും ഇത്രയും നഗരസഭാ ചെയർപേഴ്സന്മാരെയും മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ചെയർപേഴ്സന്മാരെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം നമ്മളിത് നോക്കുമ്പം ഇവർ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് വരുന്നവരോ അല്ലെ മെമ്പർമാരായിട്ട് വരുന്നവരോ അവരാരും തന്നെ ഒട്ടും പ്രകടനങ്ങളിൽ മോശമാവുന്നില്ല. പുരുഷന്മാർ എന്ത് ചെയ്യുന്നു അതിന് ഒപ്പമോ അല്ലെങ്കിൽ അതിലും മികച്ചോ ഇവരെല്ലാം ഭരണരംഗത്ത് പൊതുപ്രവർത്തന രംഗത്തൊക്കെ അവരുടെ കഴിവ് തെളിയിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇത് പിന്നെ അങ്ങോട്ട് നോക്കുമ്പോൾ ഇപ്പം ഈ പറഞ്ഞ പല സമയങ്ങളിൽ നമ്മൾ ഈ മികച്ച പഞ്ചായത്തുകളും മികച്ച പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഒക്കെ എടുക്കുമ്പോൾ അതെല്ലാം വനിതകളാണ് തന്നെ. എന്നിട്ട് ഇത്രയൊക്കെ ഇപ്പൊ ഏകദേശം 10-25 വർഷത്തോളമായി നമ്മൾ ഈ 50% സംവരണത്തിലേക്ക് എത്തിയിട്ട്. അപ്പൊ ശരിക്കും ഒരു പ്രാവശ്യം നമ്മളൊന്ന് തെരഞ്ഞെടുക്കപ്പെട്ടാൽ ആ തെരഞ്ഞെടുക്കപ്പെട്ടവർ വീണ്ടും ഈ രംഗത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ രംഗത്തേക്ക് വരാത്ത ഒരാളെ നമുക്ക് അങ്ങോട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. ഇപ്പോഴും ആ ഒരു പൊതുരംഗത്ത് നിന്ന് സ്ത്രീകൾ പുറകോട്ടാണ് നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു അതിനൊരു കാരണം
നമുക്ക് സ്ത്രീകൾ കുടുംബങ്ങളിൽ നമ്മുടെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഒരു സാഹചര്യങ്ങളിലൊക്കെ സ്ത്രീകൾ എപ്പോഴും കുടുംബങ്ങളിൽ ഒതുങ്ങിക്കൂടിയിരുന്ന ഒരു സാഹചര്യമായിരുന്നു. വീട്ടിലെ കാര്യങ്ങൾ നോക്കുക, കുട്ടികളെ വളർത്തുക, അല്ലെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കുക, അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ ഒരു ഏജിലുള്ള സ്ത്രീകളൊക്കെ വളർത്തപ്പെട്ടു വന്നത്. അപ്പോൾ അവർക്ക് മുൻനിരയിലേക്ക് വരാനൊരു വൈമുഖ്യം, അല്ലെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ, കാര്യങ്ങൾ ചെയ്യാൻ, മുന്നോട്ട് വന്ന് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് കുറവ് അവർക്കുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു. നമ്മൾ നിർബന്ധപൂർവ്വം അല്ലെ ഒരു പുഷ് കൊടുത്ത് നമ്മൾ അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു കോൺഫിഡൻസിന്റെ കുറവാണെന്ന് തോന്നുന്നു അവരിങ്ങനെ മുന്നിലേക്ക് വരാൻ മടിക്കുന്ന ഒരു സാഹചര്യം. വന്നവർ തന്നെ വീണ്ടും വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്നു, മത്സരിക്കാൻ വരുന്നു, തിരഞ്ഞെടുക്കപ്പെടുന്നു, അങ്ങനെ ഒരു സാഹചര്യത്തിന് കാരണം. അതിൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും വലിയ കാര്യം നമ്മൾ വീടുകളിൽ നിന്ന് കൊടുക്കാവുന്ന ഒരു ട്രെയിനിങ് ആണ്. നമ്മൾ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വളർത്തുമ്പോൾ രണ്ട് തട്ടി കാണാതെ ഒരേ തുല്യതയോടെ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ അവകാശങ്ങളുടെ കാര്യത്തിൽ അതുപോലെ ഉത്തരവാദിത്തങ്ങളുടെ കാര്യത്തിലും തുല്യതയുള്ളവരാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ച് വളർത്തുവാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഓരോ മാതാപിതാക്കൾക്കും, പ്രത്യേകിച്ച് അമ്മമാർക്കാണ് അതിനകത്ത് കുറച്ച് വനിത എന്ന നിലയിൽ നമ്മൾ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്തവരാണല്ലോ, കണ്ട് വളർന്നവരാണ്. അപ്പം നമുക്ക് കുറച്ചുകൂടെ അക്കാര്യത്തിൽ കോൺട്രിബ്യൂഷൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കുട്ടികളെ അതനുസരിച്ച് അങ്ങനെ വളർത്തും. ഇപ്പോഴത്തെ ജനറേഷനൊക്കെ മാറ്റമുണ്ട്. കാരണം നമ്മുടെയൊക്കെ ഒരു തലമുറകൾക്ക് കിട്ടിയ ഒരു അവയർനെസിന്റെ ഫലമാണെന്ന് ഞാൻ കരുതുന്നു. പെൺകുട്ടികൾ മുന്നോട്ട് വരാത്ത ഒരു മേഖലകളും ന്യൂ ജനറേഷൻ ഇല്ല. ഇലക്ഷനൊക്കെ കൂടുതലും വരുന്ന ഇലക്ഷന്റെ രാഷ്ട്രീയ രംഗത്തേക്ക് നോക്കിയാലും ഇപ്പം പാലായിൽ നഗരസഭാ ചെയർപേഴ്സണായിട്ട് വന്നിരിക്കുന്ന ദിയ ബിനു 21 വയസ്സേ ഉള്ളൂ ആ കുഞ്ഞിന്. നമ്മുടെയൊക്കെ അങ്ങനെ ഒത്തിരി പെൺകുട്ടികൾ, കല്യാണം കഴിക്കാത്ത കുട്ടികൾ പൊതുരംഗത്തേക്ക് കടന്നു വരുന്നുണ്ട്. ചിലപ്പോൾ നമ്മളിപ്പോ ഈ വളർന്നു വരുന്ന സമൂഹത്തില് ഇപ്പൊ ആൺകുട്ടികളും പെൺകുട്ടികളും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നതിന്റെ, അല്ലെങ്കിൽ അവർ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന്റെ വ്യത്യാസം വന്നതിന്റെ ആയിരിക്കും തീർച്ചയായിട്ടും. പിന്നെ എനിക്ക് തോന്നുന്നു പണ്ട് നമ്മള് സ്ത്രീകൾ, നമ്മുടെയൊക്കെ ജനറേഷനിൽപ്പെട്ട ആൾക്കാർ ഈ രാഷ്ട്രീയത്തെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് ഒരു ആവശ്യമില്ലാത്ത കാര്യമായിട്ടാണ് കണ്ടിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ ചിലപ്പോൾ കുറച്ചുകൂടി രാഷ്ട്രീയപരമായിട്ട് പൊതുഭരണ രംഗത്തും ഒക്കെ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു വലിയ പ്രശ്നമായിരുന്നു നമ്മുടെ തലമുറയിലുള്ള കുട്ടികൾക്ക്, ആൾക്കാർക്ക് പൊതുവേദിയിൽ സംസാരിക്കുക എന്നുള്ളത്. നമ്മൾ പൊതു തിരഞ്ഞെടുപ്പ് രംഗത്തേക്കോ ഇലക്ഷൻ രംഗത്തേക്കോ ഒക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ പൊതുവേദിയിൽ സംസാരിക്കേണ്ടി വരും. അത് ജനങ്ങളെ അഡ്രസ്സ് ചെയ്തും അപ്പോഴത്തെ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചും, അതായത് നമുക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടായേ പറ്റുള്ളൂ. നമുക്ക് അറിവില്ലെങ്കിൽ നമുക്കത് സംസാരിക്കാൻ പറ്റില്ല. അപ്പം ഈ അറിവ് കുറവുണ്ടായിരുന്നതും ഒരു പ്രശ്നമാണോ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു രംഗത്തേക്ക് കടക്കാൻ ഒരു മടി കാണിച്ചിരുന്നതും ചിലപ്പോൾ ഇതൊരു ബുദ്ധിമുട്ടായിരുന്നായിരിക്കാം. അങ്ങനെ ഉണ്ടായിരിക്കുമോ? തീർച്ചയായിട്ടും അതിനൊരു സാധ്യതയുണ്ട്. കാരണം നമ്മുടെ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ കുറച്ച് മുമ്പോട്ടുള്ള കാലഘട്ടത്തിൽ ഇതൊക്കെ ആണുങ്ങളുടെ ഒരു മേഖലയാണ്. അല്ലെ വീട്ടിലെ പുരുഷന്മാർ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത്, അതിനെക്കുറിച്ച് പുറമെയുള്ള കാര്യങ്ങൾ, അതിനെപ്പറ്റിയുള്ള അറിവ് സമ്പാദിക്കുന്നതൊക്കെ പുരുഷന്മാരുടെ ഒരു കടമയാണല്ലേ, അവരുടെ ഒരു കുത്തകയായിട്ട് അങ്ങനെ കരുതപ്പെട്ടിരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ പെൺകുട്ടികൾക്ക് മുഖ്യധാരയിലേക്ക് വരുവാനോ അല്ല അതുപോലെ ഇപ്പം വീട്ടൊരു കാര്യമായ ചർച്ച നടന്നാൽ പോലും അതിനകത്ത് പാർട്ടിസിപ്പേഷൻ പെണ്ണുങ്ങൾക്ക് അനുവദിച്ചിരുന്ന വീടുകൾ വളരെ കുറച്ചായിരിക്കും പഴയ കാലത്തൊക്കെ. ഇപ്പോൾ അതിന് മാറ്റമുണ്ട്. ഇപ്പോൾ നമുക്ക് സ്കൂളുകളിലേക്ക് നോക്കി LKG തൊട്ട് പിള്ളേർക്ക് സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യാൻ പറ്റി, നല്ല പ്രസംഗിക്കാൻ, ജനറൽ നോളജ് പത്രം, LKG തൊട്ട് പിള്ളേർക്ക് അതിനുള്ളൊരു ട്രെയിനിങ് കിട്ടിയാണ് പിള്ളേർ വന്നത്. അപ്പോൾ അതിനുള്ളൊരു കോൺഫിഡൻസോടെയാണ് കുട്ടികൾ വളർത്തപ്പെടുന്നത്. പഴയ തലമുറയ്ക്ക് അങ്ങനെ ഒരു അറിവില്ലായ്മയുടെ ഒരു പ്രശ്നമുണ്ട്, ആത്മവിശ്വാസത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും. പക്ഷേ നമ്മളൊന്ന് നിർബന്ധിച്ച് അവരെ ഒരു ഇതിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്ത്രീകൾക്കുള്ള ഒരു പ്രത്യേക കഴിവാണ്. ഒരു കാര്യത്തിൽ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ അത് പരമാവധി നന്നായി ചെയ്യാനുള്ള ഒരു എഫേർട്ട് അവരിടും. ഇപ്പം അങ്ങനെ മുൻനിരയിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ എഫേർട്ട് ഇട്ട് അവർ പെർഫോം ചെയ്യുന്നുണ്ട്, വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. നമുക്ക് കാണാം, നമുക്കത് എവിഡൻഷ്യലാണ്. അതെ അതെ. അപ്പം നമ്മളെ ഇപ്പം ഈ പെൺകുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിൽ എനിക്ക് തോന്നുന്ന പെൺകുട്ടികളെ പൊതുവേദിയിൽ സംസാരിക്കാൻ പഠിപ്പിക്കുക, അവരുടെ സഭാകമ്പം മാറ്റിയാൽ തന്നെ ഒത്തിരി ആൾക്കാര് ഇത് പ്രസംഗിക്കേണ്ടി വരുമല്ലോ എന്നോർത്ത് തന്നെ മാറുന്നവരുണ്ടായിരിക്കാം. അപ്പൊ ഈ പ്രസംഗിക്കാൻ അല്ലെങ്കിൽ 2 വാക്ക് ഏത് സദസ്സിലും പറയാനുള്ള ഒരു ധൈര്യമുള്ള തലമുറ വളർന്നു വന്നാൽ സ്ത്രീകൾക്ക് രാഷ്ട്രീയ രംഗത്തേക്കോ പൊതുപ്രവർത്തന രംഗത്തേക്കോ കടന്നു വരാൻ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടില്ലായിരിക്കും. അപ്പൊ നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് കൂടുതൽ പെൺകുട്ടികളെ നമ്മുടെ സഭാകമ്പമില്ലാത്ത വളർത്താൻ സാധിക്കണം. അവര് നമ്മുടെ രാജ്യത്തും ലോകത്തും നടക്കുന്നത് എന്താണെന്ന് അറിയുകയും വേണം. അപ്പം പണ്ട് പത്രം വായിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ വളരെ കുറവായിരുന്നു, നമ്മുടെ കൂടെ സ്മിത പറഞ്ഞ പോലെ തന്നെ പത്രം വായിച്ചിരുന്ന അമ്മച്ചിമാർ കുറവായിരുന്നു, ന്യൂസ് കേട്ടിരുന്ന അമ്മച്ചിമാർ കുറവായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ പുതിയ തലമുറയിലെ കുട്ടികൾ അവർ ചിലപ്പോൾ പത്രം അല്ലായിരിക്കും വായിക്കുന്നത്, പക്ഷെ അവർ ഏതെങ്കിലുമൊക്കെ തരത്തിൽ അവെയറാണ് ലോകത്ത് നടക്കുന്ന എന്താണ് എന്നുള്ളതിനെ കുറിച്ച്. അത് ആൺകുട്ടികളാണെങ്കിലും കുറച്ച് കൂടുതൽ ചിലപ്പോൾ പെൺകുട്ടികളായിരിക്കും ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ ഇതിനെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുന്നതും അതിനെക്കുറിച്ച് ആ ഒരു രീതിയിൽ മേഖലയിൽ മുന്നോട്ട് വരുന്നത് ആൺകുട്ടികളെക്കാൾ കൂടുതൽ ഇപ്പോൾ പെൺകുട്ടികളാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എൻ്റെ വീട്ടിൽ 3 കുട്ടികളുള്ളതിൽ
പെൺകുട്ടിയാണ്. കൂടുതൽ ഈ വക കാര്യങ്ങളെ കുറിച്ചും ഒരു വാർത്ത കാണണമെങ്കിൽ താല്പര്യമെടുക്കുന്നതും പെൺകുട്ടിയാണ്, 2 ആൺകുട്ടികളേക്കാൾ കൂടുതൽ. അപ്പോൾ തലമുറ മാറുമ്പോൾ ചിലപ്പോൾ ഇതിൽ ഒരു മാറ്റം ഉണ്ടാകുമായിരിക്കും. എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മളിപ്പോ പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ നമുക്ക് പെണ്ണുങ്ങൾക്ക് ഒരു അവസരം കിട്ടുമ്പോൾ അതിലേക്ക് ഇറങ്ങി പുറപ്പെടാനുള്ള ഒരു മടി ആദ്യം തന്നെ വരുന്നത് വീട്ടിൽ ഉത്തരവാദിത്തങ്ങളുണ്ട്, ഇപ്പോൾ ഇൻഡോസ് കാണും, പാരന്റ്സ് ഉണ്ട്, കുട്ടികളുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പേടി എല്ലാവർക്കും തന്നെ കാണും. മിക്കയിടത്തും തന്നെ ചിലപ്പം ഭർത്താവിന് കിട്ടേണ്ടിയിരുന്ന പോസ്റ്റ് ആയിരിക്കാം, ആ സ്ഥാനാർത്ഥിത്വമായിരിക്കാം ഭാര്യയ്ക്ക് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഭർത്താവിന് സപ്പോർട്ട് ചെയ്യുക, അത് ഭർത്താവിന് ഞാൻ ഉയർന്നു പോയി കഴിയുമ്പോൾ അത് ഭർത്താവിന് ഒരു പ്രശ്നമാകും. ഇങ്ങനെയുള്ള ഉൾ പേടികളും സ്ത്രീകൾക്ക് ഉണ്ടാകും. ഇതിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, കുടുംബത്തിൽ തന്നെ അവർക്കൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാവണം. വീട്ടിലെ ഒരു അടുക്കളപ്പണിയോ അല്ലെങ്കിൽ വീട്ടിലെ ഉത്തരവാദിത്തങ്ങളോ പെണ്ണുങ്ങളുടെ മാത്രമല്ല, അത് എല്ലാവരുടെയും കൂടി ഒരു ഉത്തരവാദിത്തമാണെന്നുള്ള വിധത്തിൽ നമ്മൾ വീട്ടിൽ ആ ഒരു അവയർനെസ് ഉണ്ടായാൽ തന്നെ പെണ്ണുങ്ങൾക്ക് കുറച്ചുകൂടെ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു പേടി കുറച്ചൊക്കെ മാറി കിട്ടും. ഇപ്പോഴത്തെ നമ്മുടെ സിസ്റ്റം അനുസരിച്ച് അടുക്കള ജോലികളെല്ലാം അത് പെണ്ണുങ്ങളുടെ അമ്മമാരുടെ മാത്രം ഉത്തരവാദിത്തമായിട്ട് മാറുന്നു. അതേസമയം അത് ഷെയർ ചെയ്യാനും ഒരു ദിവസം അവിടെ നിന്ന് മാറി നിന്നാലും അവിടെ പ്രശ്നം ഉണ്ടാകുമെന്ന് ഉറപ്പുള്ളപ്പോഴും മാത്രമേ സ്ത്രീക്ക് അത് ഇറങ്ങി പോകാൻ പറ്റൂ. ഒരിക്കലും സ്ത്രീയെ കുടുംബം വിട്ട് കുടുംബത്തിന്റെ ഒരു പ്രശ്നം വന്നിട്ട് അവർക്ക് പുറത്ത് ശോഭിക്കാൻ സാധിക്കില്ല. അവിടെ ഓക്കെ ആണെങ്കിൽ മാത്രമേ അവർക്ക് പുറത്തു പോയി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ വീട്ടിലെ ജോലികൾ ഒരു പെണ്ണുങ്ങളുടെ മാത്രം ജോലിയാന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെ മാറ്റി അത് ലൈഫ് സ്കില്ലാണെന്നും അത് ആണിനും പെണ്ണും ഒരുപോലെ അറിയേണ്ട ഒരു സംഗതിയാണെന്നും നമ്മുടെ നാടും നമ്മുടെ എല്ലാവർക്കും ഒരു അവയർനെസ് ഉണ്ടാകുകയും അതനുസരിച്ച് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ ഇറങ്ങാനുള്ള ആ ഒരു ചളിപ്പും ഒരു പേടിയും ഒക്കെ മാറും. പിന്നെ ശോഭ പറഞ്ഞതുപോലെ പബ്ലിക് സ്പീക്കിംഗ്, അത് എല്ലാവർക്കും തന്നെ ഒരു പേടിയുള്ള ഒരു കാര്യമാണ്. സ്വന്തമായിട്ട് 2 വാക്ക് നമുക്ക് ഏറ്റുന്ന പറയാനുള്ള ഒരു കഴിവ് എല്ലാവർക്കും ഉണ്ട്. അത് നമ്മുടെ ഈ രാഷ്ട്രീയത്തിന് മാത്രമല്ല ഏത് ജോലിക്കാണ് അതിന് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അപ്പൊ അതുകൂടി നമ്മുടെ കുട്ടികളിലേക്ക് എത്തിക്കാൻ സാധിച്ചാൽ നമുക്ക് ഇതിനൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും എനിക്ക് തോന്നുന്നു. അത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി അല്ലെങ്കിൽ പോസ്റ്റലായിട്ട് നീന്തൽ പഠിക്കാൻ പറ്റുമല്ലോ എന്ന് പറയുന്നത് പോലെയാണ് ഈ സഭാകമ്പ് മാറ്റുന്ന കാര്യം. നമ്മൾ മുമ്പോട്ട് ഇറങ്ങി പറഞ്ഞാൽ മാത്രമേ ആ ഒരു പേടി നമുക്ക് മാറ്റാൻ പറ്റത്തുള്ളൂ. അതുപോലെ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി ഒരു അമ്മ മനസ്സോടെയാണ് ഏതൊരു പെണ്ണിനെയും സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോഴും സ്ത്രീകൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോഴുള്ള ഒരു പ്രധാന ഗുണം എന്ന് പറയുന്നത് മറ്റുള്ളവരെ കുറിച്ചുള്ള ഒരു കരുതൽ, ഒരു അമ്മയുടെ കരുതൽ സമൂഹത്തെ പറ്റി സ്ത്രീകൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ ഒരുപക്ഷെ കൂടുതൽ ഈ രംഗങ്ങളിൽ ശോഭിക്കുവാനും അവാർഡുകൾക്ക് കൂടുതൽ സ്ത്രീകൾക്ക് ലഭിക്കുവാനും ഒക്കെ കാരണമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ തീർച്ചയായും സ്ത്രീകളെ മുമ്പോട്ട് ഇറക്കണമെങ്കിൽ, മുമ്പോട്ട് സ്ത്രീകൾ വരണമെങ്കിൽ ഈ സംവരണം അവിടെ ഉള്ളത് തന്നെയാണ് നമ്മുടെ നിലവിലത്തെ സാമൂഹിക പശ്ചാത്തലത്തിൽ, സാമൂഹിക സാഹചര്യത്തിൽ നല്ലതെന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് സംവരണം നല്ലതാണ് എന്ന് തന്നെ ചിന്തിക്കാം. അപ്പൊ അത് പഞ്ചായത്ത് രാജ് തലത്തിൽ മാത്രമല്ല, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഒക്കെ സ്ത്രീകൾ പുരുഷന്മാർക്കൊപ്പം മുന്നോട്ട് വരട്ടെ. അപ്പം അവർക്കൊപ്പം തന്നെ പ്രാതിനിധ്യം അറിയിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതെ, പാർലമെന്റിലൊക്കെ പുരുഷന്മാർക്കൊപ്പം സ്ത്രീകളുടെ ശബ്ദവും ഒപ്പത്തിനൊപ്പം മുഴങ്ങട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, ആഗ്രഹിക്കാം. അങ്ങനെ നമുക്ക് എല്ലാവർക്കും സ്ത്രീകൾക്കും ഒരേപോലെ അവകാശമുള്ള ഒരു സംസ്ഥാനത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. സമത്വ സുന്ദരമായ ഒരു ഭാരതം. അപ്പൊ താങ്ക് യു.